ബീഹാർ ഇലക്ഷനിൽ കോൺഗ്രസ് RJD സഖ്യം തോറ്റു തുന്നമ്പാടി. പക്ഷേ ഇക്കാലത്ത് നടക്കുന്ന ഇലക്ഷനുകളെല്ലാം ഒരു മാജിക് മാത്രമാണ്. CCTV ഓഫാക്കിക്കൊണ്ട് നടക്കുന്ന മാജിക്, വോട്ടിംഗ് മെഷീൻ തട്ടിക്കൊണ്ട് നടക്കുന്ന മാജിക്, കള്ളവോട്ട് ചെയ്ത് നടത്തുന്ന മാജിക്, വോട്ടുകൾ ഒഴിവാക്കിക്കൊണ്ട് വോട്ടർമാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ബൂത്തുകൾ പിടിച്ചുകൊണ്ട്, എല്ലാത്തിനുപരി വോട്ട് ചോരിയിൽ മുങ്ങിക്കൊണ്ടുള്ള ഇലക്ഷനുകൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷനും BJPയും ഒരുമിച്ച് പ്രതിപക്ഷത്തെ നേരിടുന്ന തിരഞ്ഞെടുപ്പാണ്. ഉള്ളറകളിൽ മഹാഗഡ്ബന്ധൻ സഖ്യത്തിൻ്റെ ആന്തരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം പുറമെ സുതാര്യമല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ഇന്ന് ഇന്ത്യയിൽ നടക്കുന്നത്. അതിനെതിരെ കോൺഗ്രസ് നടത്താൻ കഴിയുന്ന ഏറ്റവും നല്ല മാർഗം കർഷക സമരം മോഡലോ ഷഹീൻബാഗ് സമരം മോഡലോ ജനങ്ങളെ സംഘടിപ്പിച്ച് ജനാധിപത്യത്തിനു വേണ്ടിയിട്ടുള്ള ഒരു പ്രക്ഷോഭമാണ്, ഒരു ഗാന്ധിയൻ പ്രക്ഷോഭം. ഒരിക്കലും കോൺഗ്രസിന് മുൻകൈയിൽ മാത്രം നടക്കേണ്ട പ്രക്ഷോഭമല്ല ഇത്. ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തിക്കോളും. പക്ഷേ കോൺഗ്രസിൻ്റെയോ പ്രതിപക്ഷത്തിൻ്റെയോ ഒരു ആഹ്വാനം മാത്രം മതി. ഇനിയുള്ള വഴി അതുമാത്രമാണ്. മഹാഭൂരിപക്ഷം വോട്ടർമാർക്കും ബോധ്യമായ സുതാര്യമല്ലാത്ത തെരഞ്ഞെടുപ്പാണ് നമ്മൾ കാണുന്ന പ്രാദേശിക പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളൊന്നും ഇനി BJPക്ക് ആവശ്യമില്ല. സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ പോലും ഇനി 5 വർഷത്തേക്ക് മാത്രമേ ആവശ്യമുള്ളൂ. അതിനുശേഷം സംസ്ഥാനങ്ങൾ പോലും പഞ്ചായത്തിൻ്റെ മാത്രം അധികാരമുള്ള സ്ഥാപനങ്ങളായി മാറാനിരിക്കുന്നു. ഇന്ത്യൻ ജനാധിപത്യം ഏതോ ആലയിൽ കെട്ടിക്കൊണ്ട് കേന്ദ്രത്തിൽ സ്ഥിരമായ മറ്റൊരു സംവിധാനവും വരും. ഇതൊരു വെറും വാക്കുകളല്ല. ഈ 10 വർഷത്തിനുള്ളിൽ തന്നെ സംസ്ഥാനങ്ങളുടെ ഒരുപാട് അധികാരങ്ങൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്തിന് സ്വന്തമായി വരുമാനമില്ലാത്ത അവസ്ഥ, സ്വന്തമായി പോലീസിംഗ് പോലും നടപ്പിലാക്കാൻ പറ്റാത്ത അവസ്ഥ, വെറും പ്രാദേശിക അധികാരങ്ങൾക്ക് വേണ്ടി അടിപിടികൂടുന്ന പ്രതിപക്ഷമായി ഇന്ത്യയിലെ പാർട്ടികൾ മാറുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യം സഞ്ചരിക്കുന്നത് ഇരുട്ടിലേക്കാണ്. ആ ഇരുട്ടിലേക്ക് എത്തും മുമ്പ് പ്രതിപക്ഷത്തിൻ്റെയും കോൺഗ്രസിൻ്റെയും കർത്തവ്യം ജനങ്ങളെ സംഘടിപ്പിച്ചുള്ള ചോദ്യം ചെയ്യലാണ്. ഭരണകൂടത്തെയും ഭരണകൂട മെഷീനറികളെയും ചോദ്യം ചെയ്തുകൊണ്ട് ഒരു സമരമാർഗത്തിലേക്ക് കോൺഗ്രസ് സഞ്ചരിച്ചില്ല എന്നുണ്ടെങ്കിൽ ലോക ചരിത്രത്തിൽ കോൺഗ്രസ് നടത്തുന്ന ഈ ലോകത്തോട് നടക്കുന്ന ജനാധിപത്യ ലോകത്തോട് നടത്തുന്ന ഏറ്റവും വലിയ വഞ്ചനയായിട്ട് ഇതിനെ കണക്കാക്കപ്പെടും.